ഹായ് ഹലോ വെൽക്കം ടു പാവനാത്മ മീഡിയ. ഹോളി ഫാമിലി കോൺഗ്രിഗേഷന്റെ സഹസ്ഥാപകനും ദിവ്യകാരുണ്യ ഉപാസകനും രൂപത വൈദികനുമായ ധന്യ ജോസഫ് വിധേയത്തിൽ പിതാവിന്റെ 159ാം ജന്മദിനവും 60ാം ചരമവാർഷികവും സംയുക്തമായി നാം ആഘോഷിക്കുകയാണല്ലോ. ഒരു നൂറ്റാണ്ട് മുൻപ് ആത്മീയത കൊണ്ടും ആദർശം കൊണ്ടും ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു പിതാവ്. ഒന്നും രണ്ടും ലോകമഹായുധങ്ങളുടെ കൊടുമ്പിരിയും കമ്മ്യൂണിസത്തിന്റെ ചെങ്കൊടിയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അലയടികളും ഉയർന്നു വന്ന കേരള മണ്ണിൽ കാരുണ്യത്തിന്റെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു പുണ്യപിതാവ്. ദി അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു പുത്തൻചിറയിലെ കാരുണ്യ സാരഥി ധന്യ ജോസഫ് വിധേയത്തിൽ. ഒരു നൂറ്റാണ്ട് കണ്ട ഈ കർമ്മയോഗിയെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്താനായി കടന്നു വരുന്നത് ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ പാവനാത്മ പ്രോവിൻസിലെ 5 അഭിമാന പുത്രിമാരാണ്. വിധേയത്തിൽ പിതാവിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചും അറിഞ്ഞും ധ്യാനിച്ചും പ്രബുദ്ധരായ 5 സിസ്റ്റേഴ്സ്. ലെറ്റ്സ് വെൽക്കം ദി റിസോഴ്സ് പേഴ്സൺസ്. ദിവ്യകാരുണ്യ ഉപാസകൻ എന്നാണല്ലോ ധന്യ ജോസഫ് വിധേയത്തിൽ അച്ഛൻ അറിയപ്പെടുന്നത്. സിസ്റ്റർ സ്റ്റെഫിക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു നൂറ്റാണ്ട് കാലത്തോളം മലയാള മണ്ണിന് ആത്മവീര്യം പകർന്ന വിധേയത്തിലച്ഛൻ പൊലിയാത്ത സ്നേഹത്തിന്റെ കൂദാശയായ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി ആർജിച്ച പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ദിവ്യകാരുണ്യമാകുന്ന കാന്തിക ധ്രുവത്തിൽ ഒട്ടിച്ചേർക്കപ്പെട്ടതായിരുന്നു ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവിന്റെ ആത്മീയത. ഇന്നും കുഴിക്കാട്ടുശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ യാതൊരു മുടക്കവും വരാതെ നടന്നുകൊണ്ടിരിക്കുന്ന, വർഷത്തിലൊരിക്കൽ അവിടെ ഇപ്പോഴും നടക്കുന്ന 40 മണിക്കൂർ ആരാധന, അതിന്റെ സ്ഥാപകനും വിധേയത്തിൽ പിതാവ് തന്നെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ ഭവനാംഗങ്ങളെ വിളിച്ചുകൂട്ടി സക്രാരി തുറന്നു വെച്ച് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക എന്നത് പിതാവിന്റെ പതിവ് കാര്യങ്ങളിൽ ഒന്നായിരുന്നു. ദിവ്യകാരുണ്യത്തോട് എന്നും ഗാഢമായ സ്നേഹബന്ധം പുലർത്തിയിരുന്ന പിതാവ് കാര്യങ്ങൾ തെറ്റുകൂടാതെ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഒരു ആത്മീയ സ്നേഹിതനെ പോലെ ദിവ്യകാരുണ്യ ഈശോ പിതാവിനോടൊത്ത് ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യത്തെ പറ്റി പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്: രാജാതിരാജനായ ദൈവം തന്റെ രാജ്യത്വം മറച്ച് തന്നെ മറച്ച് ഈ കൊച്ചു പാവപ്പെട്ട ഭവനത്തിൽ ദിവ്യകാരുണ്യമാകുന്ന അപ്പത്തിന്റെ സാദൃശ്യത്തിൽ നമ്മുടെ സന്ദർശനം കാംക്ഷിച്ച് കാത്തിരിക്കുന്നുവെന്ന്. ദിവ്യകാരുണ്യ ഈശോയുമായുള്ള ആത്മീയമായ പിതാവിന്റെ ഗാഢമായ സ്നേഹമാണ് സക്രാരിയുടെ കാവൽക്കാരൻ എന്ന വിശേഷണത്തിന് അദ്ദേഹത്തിന് യോഗ്യനാക്കിയതും. വിധേയത്തിൽ പിതാവിന്റെ ദിവ്യകാരുണ്യ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ജീവിത അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാറുണ്ടോ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ ഞങ്ങളുടെ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ഒക്ടോവിയയുടെ ഒരു അനുഭവ സാക്ഷ്യം ഇപ്രകാരമാണ്. അതിരാവിലെ 4 മണിക്ക് തന്നെ പിതാവ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു കൊച്ചു റാന്തൽ വിളക്കും എടുത്ത് ശബ്ദമുണ്ടാക്കാതെ ദേവാലയത്തിൽ എത്തുകയും ദീർഘനേരം കരങ്ങൾ കൂപ്പി മിഴികൾ പൂട്ടി മുട്ടിന്മേലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അനക്കമില്ലാതെ ദിവ്യകാരുണ്യ ഈശോയെ ഉറ്റുനോക്കിയുള്ള പിതാവിന്റെ പ്രാർത്ഥന കാണുമ്പോൾ ഒരു മരം തന്നെയാണോ എന്ന് പോലും കാഴ്ചക്കാർക്ക് തോന്നുമത്രേ. ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കെടാവിളക്കായി, മാനവകുലത്തിന് മുഴുവൻ കരുത്തുറ്റ ഒരു മധ്യസ്ഥനായി, ഇടവക വൈദികർക്ക് പ്രചോദനവും മാതൃകയുമായി ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പരികർമ്മം ചെയ്ത പുരോഹിത ശുശ്രൂഷയുടെ അന്തസ്സത്ത തന്നെയായ ബലിയർപ്പണങ്ങളും ഒപ്പം ദിവ്യകാരുണ്യ ഭക്തിയിൽ കത്തിജ്വലിച്ച ദൈവസ്നേഹ തീക്ഷ്ണതയുമാണെന്ന് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ സ്റ്റെഫി. ദിവ്യകാരുണ്യ ഉപാസകനായ വിധേയത്തിൽ അച്ഛനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. സിസ്റ്റർ ആൻഡ്രിയ, വിധേയത്തിൽ അച്ഛനെ പിതാവ് എന്നാണല്ലോ എല്ലാവരും വിളിച്ചിരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്?
പണ്ടു മുതൽ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട വൈദികരെ സാധാരണയായി അച്ഛൻ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പുത്തഞ്ചിറയിലെ നാട്ടുകാരും നാനാജാതി മതസ്ഥരും ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് വിധേയത്തിലിനെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത്. നാട്ടുകാരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹാദരങ്ങളുടെ ഒരു ബഹിർഗമനമായിരുന്നു ഈ സംബോധന. 5-6 പതിറ്റാണ്ടുകാലം തങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേർന്ന അദ്ദേഹത്തെ മറ്റാരുമായി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം പറഞ്ഞു വെക്കുക. പുത്തഞ്ചിറയുടെ പിതാവിന് നാനാജാതി മതസ്ഥരുടെ ഇടയിൽ ഒരപ്പന്റെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും അവസാനത്തെ വാക്ക് പിതാവിൻ്റെതായിരുന്നു. കുടുംബങ്ങളുടെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും അരക്ഷിതാവസ്ഥയിലും പങ്കുചേരുക മാത്രമല്ല പിതാവ് ചെയ്തത്, അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ മാർഗങ്ങൾ, അത് പരിഹരിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിക്കുക കൂടി അദ്ദേഹം ചെയ്തിരുന്നു. ഓരോ കുടുംബങ്ങൾക്കും ആവശ്യമായ പ്രായോഗിക മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണല്ലോ സിസ്റ്റർ പങ്കുവെച്ചത്. അതിനെന്തെങ്കിലും ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാനുണ്ടോ? നിർധനരായ പട്ടിണി പാവങ്ങൾ പിതാവിന്റെ അടുക്കൽ കൈനീട്ടുമ്പോൾ എന്തെങ്കിലും കൊടുത്ത് ഒരു ഭിക്ഷാടകരെ പോലെ അവരെ പറഞ്ഞു വിടുക പിതാവിന്റെ ശൈലിയല്ലായിരുന്നു. മറിച്ച് എന്തെങ്കിലും കൊച്ചു കൊച്ചു ജോലികൾ, 2 കെട്ട് പുല്ലരിയുക, അല്ലെങ്കിൽ പറമ്പിലെ പണിക്കാരെ സഹായിക്കുക തുടങ്ങിയ നിസ്സാര ജോലികൾ അവരെ ഏൽപ്പിച്ചിട്ട് അത് കഴിയുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ വേതനം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ആത്മാഭിമാനത്തോടെ തിരിച്ചയക്കാൻ പിതാവിന് സാധിച്ചിരുന്നു. നാട്ടുകാർക്ക് മാത്രമല്ല, പിതാവിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും സഹവൈദികർക്കും പിതാവിന്റെ ഒരു വാത്സല്യം ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. ദാരിദ്ര്യമുള്ള കാലത്തും ഒരപ്പന്റെ വാത്സല്യത്തോടെ സിസ്റ്റേഴ്സിനെ ആ വട്ടക്കല്ലിൽ വിളിച്ചിരുത്തി അവർക്ക് താറാവ് മുട്ട പുഴുങ്ങിക്കൊടുത്ത അനുഭവം ഏറ്റവും സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന സിസ്റ്റേഴ്സ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സഹോദരരായ വൈദികരെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ താമസ സ്ഥലം തുറന്നിട്ട ഒരു സ്വീകരണ മുറിയായിരുന്നു. അതിഥികളായി അവിടേക്ക് കടന്നു വന്നിരുന്ന വൈദികർക്ക് വേണ്ടി സ്വന്തം കട്ടിൽ ഒഴിഞ്ഞുകൊടുത്ത് തറയിൽ പായ വിരിച്ചു കിടന്നുറങ്ങുന്ന ഒരു പിതാവിനെ, ആ പിതാവിന്റെ സ്നേഹം ആർക്കാണ് മറക്കാനാവുക? വിധേയത്തിൽ അച്ഛൻ ഒരു പിതാവ് എന്നത് ഇന്നലകളിലെ ചരിത്രം മാത്രമല്ല, ഇന്നും പിതാവിനെ സ്നേഹിക്കുന്ന, പിതാവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിധേയത്തിൽ അച്ഛൻ സ്നേഹമുള്ള ഒരു പിതാവ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ ആൻഡ്രിയ. ഭൗതിക അറിവിനേക്കാൾ ഉപരി അതീന്ദ്രിയ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ വിധേയത്തിൽ പിതാവ്. സിസ്റ്റർ ജോഫിയയ്ക്ക് അതിനെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അതീന്ദ്രിയ ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും ജ്ഞാനദൃഷ്ടി കൊണ്ട് അഥവാ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നതിനെയാണ്. വിധേയത്തിൽ പിതാവിന്റെ വാക്കുകൾ ഇപ്രകാരം പറയുന്നുണ്ട്: പ്രാർത്ഥന ഒരു ക്ലിയർ കാഴ്ചയാണ് എന്ന്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അന്വർത്ഥമായിരുന്നു. ഇത്തരത്തില് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടായ ഒത്തിരിയേറെ പാരവശ്യ അനുഭവങ്ങള്, അതിസ്വാഭാവികമായ സംഭവങ്ങള്, അതുപോലെ തന്നെ പഞ്ചക്ഷതങ്ങള്, ഇവയിലെല്ലാം പറഞ്ഞിരുന്ന ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ആധ്യാത്മികമായ മാർഗദർശനം നൽകുവാൻ, അതോടൊപ്പം തന്നെ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കുവാൻ തക്ക വിധത്തിൽ മറിയം ത്രേസ്യയെ ദീർഘവീക്ഷണത്തോടെ ഒരുക്കിയെടുത്ത വിധേയത്തിൽ പിതാവ്. ഇതിനെല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞത് ആഴമായ പ്രാർത്ഥനയിൽ നിന്നും അദ്ദേഹം നേടിയെടുത്ത അതീന്ദ്രിയ ജ്ഞാനവും ആത്മീയതയും കൊണ്ടാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ മരണശേഷം ശിശുവായിരുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തെ പൈതൃക വിശുദ്ധിയിലേക്ക് വളർത്താനായതും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനത്തിന് ഉദാഹരണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ചാണോ ഞങ്ങളോട് പങ്കുവെച്ചത്? എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ? തീർച്ചയായും. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥ കേന്ദ്രത്തിൽ നാം കാണുന്ന ആ മണിമാളികയുണ്ടല്ലോ, അത് വിധേയത്തിൽ പിതാവിന്റെ അതീന്ദ്രിയ ജ്ഞാനത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ആ മണിമാളിക പണി കഴിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തില് പല ആളുകളും വിധേയത്തിൽ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, പിതാവെ, ഇത്രയും വലിയ മണിമാളികൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു:
ഒരിക്കൽ ഇതിന് ആവശ്യം വരുമെന്ന്. 2000 ആണ്ടില് വിശുദ്ധ മറിയം ത്രേസ്യ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ആ മണിമാളികയിൽ നിന്നും ഉയർന്നു പൊന്തിയ മണിനാഥം അദ്ദേഹത്തിന്റെ ക്രാന്ത ദർശനത്തിനും അതീന്ദ്രിയ ജ്ഞാനവും വെളിവാക്കുന്നതായിരുന്നു. ആ മണിമാളികയിൽ നിന്ന് ഇനിയും മണികൾ ഉയരട്ടെ, അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ. സിസ്റ്റർ അനീറ്റ, വിധേയത്തിൽ അച്ഛൻ നല്ലൊരു അജപാലകനായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നലം തികഞ്ഞ അജപാലകനായിരുന്നു ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവ്. കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾക്കൊക്കെ സ്നേഹവും സാന്ത്വനവും നൽകിയ ഈ നല്ല പിതാവ് പുത്തൻചിറ ഗ്രാമവാസികളുടെ ഒരു ഹൃദയസ്പന്ദനമായിരുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രായാധിക്യത്തിൽ പോലും പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഒരു കാൽക്കുടയും ഊന്നി തല കുനിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന പിതാവിനെ നാട്ടുകാർ ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുക പതിവായിരുന്നു. അവർക്ക് ആഹാരത്തിനും മരുന്ന് മേടിക്കുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ പണം കൊടുത്ത് വിധേയത്തിൽ പിതാവ് സഹായിക്കുമായിരുന്നു. വിധേയത്തിൽ അച്ഛന്റെ ഭക്തി നിർഭരമായ വിശുദ്ധ ബലിയർപ്പണവും വിജ്ഞാനം വിതയ്ക്കുന്ന അർത്ഥസമ്പുഷ്ടമായ വചനപ്രസംഗങ്ങളും കൗദാശിക പരികർമ്മങ്ങളൊക്കെ അനേകം മക്കളെ ദിവ്യബലിയിലേക്ക് ആകർഷിച്ചിരുന്നു. മതബോധനത്തില് ഏറെ ശ്രദ്ധ പതിപ്പിച്ചും അൽത്താര ബാലന്മാരെ ദിവ്യബലിക്കായി ഒരുക്കിയും സ്നേഹനിർഭരമായ ഒട്ടേറെ ശുശ്രൂഷകൾ നിർവഹിച്ചും അദ്ദേഹത്തിന് യുവജനങ്ങളെയും കുട്ടികളെയൊക്കെ നിഷ്പ്രയാസം കയ്യിലെടുക്കാൻ സാധിച്ചിരുന്നു. അനേകം ആത്മാക്കളെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ അദ്ദേഹം ദൈവത്തിലേക്ക് നയിച്ചു. ഒരുപാട് തകർന്നു പോയ കുടുംബങ്ങളെ അദ്ദേഹം സമുദ്ധരിച്ചു. ആരെയും മാറ്റി നിർത്താതെ നാനാജാതി മതസ്ഥരെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ജീവിതമാണ് സ്വർഗമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ആത്മീയതയുടെ ഊടും പാവും ചേർത്ത് നെയ്ത ഈ വന്യ വൈദികൻ ഇന്നത്തെ ഇടവക വൈദികർക്ക് ഒരു റെഫറൻസ് ബുക്കാണ്. വിശുദ്ധ ജോൺ പോൾ പാപ്പ വൈദികരോടായി ഇപ്രകാരം പറയുന്നുണ്ട്: പുരോഹിത, നീയാണ് ആലയത്തറ. ഈ തറയിൽ ജനങ്ങൾ ചവിട്ടി നടക്കട്ടെ. യാത്ര എങ്ങോട്ടാണെന്ന് അറിയാത്തവരാണവർ. അവരുടെ പാദങ്ങൾക്ക് നീ തന്നെ നായകൻ. ആടുകൾ പാറയിൽ പദം മുന്നി പോകുന്നത് പോലെ തീർത്ഥാടകരുടെ പാദങ്ങൾക്ക് നീ ഒരു പാറയായി ഭവിക്കുക. വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ ഈ ഒരു ആഹ്വാനത്തിന് ഒരുപാട് മുൻപ് തന്നെ തന്റെ 70 വർഷത്തെ പൗരോഹിത്യ ജീവിതം അതിന്റെ തികവിലും മികവിലും നിർവഹിച്ച ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവ് തീർച്ചയായിട്ടും ഇടവക വൈദികർക്ക് ഒരു മാതൃകയാണ്. ആടുകളുടെ ഗന്ധമറിഞ്ഞ നല്ലൊരു അജപാലകനായിരുന്നു. 70 വർഷത്തെ പൗരോഹിത്യ ജീവിതം നയിച്ചൊരു വൈദികനാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷയുടെ തീവ്രത തെളിയിക്കുന്ന എന്തെങ്കിലും ജീവിത അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഒരിക്കല് കണ്ടശാങ്കടവ് പള്ളി വികാരിയായിരുന്ന സമയം ഏകദേശം അദ്ദേഹത്തിന് ഒരു 30-31 വയസ്സ് വരും. അന്ന് ആ നാട്ടില് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനെ തുടർന്ന് പട്ടിണിയും പകർച്ചവ്യാധികളൊക്കെ ആ നാട്ടില് നടമാടിയപ്പോൾ വിധേയത്തിൽ പിതാവ് ഓരോ കുടുംബത്തിലും കയറി ഇറങ്ങി രക്ഷാമാർഗത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതിനുവേണ്ട നേതൃത്വം നൽകിയിരുന്നു പിതാവ്. മാത്രമല്ല, തിരുപ്പാതയം നെഞ്ചോട് ചേർത്ത് വെള്ളപ്പൊക്കത്തെ വകവെക്കാതെ പുഴ നീന്തിക്കടന്ന് അദ്ദേഹം രോഗികൾക്ക് രോഗിലേപനം കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, സുഖജീവിതം നയിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചതെന്ന്, മറിച്ച് ഒരു സ്നേഹബലിയായി തീരുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും തിരഞ്ഞെടുത്തതുമെന്ന്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ അനിറ്റ. വിധേയത്തിൽ അച്ഛൻ കേരളത്തിലെ ഒരു വലിയ സോഷ്യൽ റിഫോമർ ആയിരുന്നല്ലോ. സിസ്റ്റർ ഷിയോണയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നത്തെ ഹൈടെക് സംവിധാനങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പശ്ചാത്തലത്തെ വായിച്ചെടുക്കേണ്ട ഒരു ജീവിതമല്ല വിധേയത്തിൽ അച്ഛൻ്റെത്. മറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പട്ടിണിയും പരിവട്ടവും വെട്ടവും വെളിച്ചമില്ലാത്ത അവസ്ഥയും സ്ത്രീകൾ വീടിന്റെ ഉമ്മറത്ത് പോലും എത്തി നോക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം വിധേയത്തിൽ അച്ഛന്റെ സാമൂഹ്യോദ്ധാരകൻ എന്നുള്ള നിലയിലുള്ള ജീവിതത്തെ മനസ്സിലാക്കാനായിട്ട്. ഇന്ന് നാം പുത്തൻചിറയിൽ നിന്ന് കൊമ്പത്തും കടവിലേക്ക് കാണുന്ന റോഡ്,
അത് ഇന്ന് കാണും വിധം ഗതാഗത യോഗ്യമായത് അന്ന് കാലത്ത് വിധേയത്തിൽ അച്ഛൻ തദ്ദേശവാസികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി തിരുവനന്തപുരത്തേക്ക് ഡെപ്യൂട്ടേഷൻ അയക്കുകയും അങ്ങനെ അതിന്റെ ഒരു പരിശ്രമ ഫലമായാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു പൊതുവീതി വരുന്നത്. അതുകൊണ്ട് തന്നെ വിധേയത്തിൽ അച്ഛനെ പൊതുവഴിയുടെ കാവൽക്കാരൻ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. മാത്രമല്ല മലയാള സാഹിത്യത്തില് 1948 കാലഘട്ടത്തിലാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞ് കേരളത്തിൽ ആകമാനം കോളിളക്കം സൃഷ്ടിച്ച ഒരു നാടകം അരങ്ങേറുന്നത്. അതിനൊക്കെ എത്രയോ മുമ്പാണ് 1929 കാലഘട്ടങ്ങളിലാണ് വിധേയത്തിൽ അച്ഛൻ കുഴിക്കാട്ടുശ്ശേരിയിൽ ഇൻഡസ്ട്രിയൽ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾക്ക് അവർക്ക് സ്വന്തമായി വേതനം നേടാനായിട്ട് അവർക്ക് തൊഴിലിടത്തിൽ ഒരിടം വേണമെന്ന് വാദിച്ചുകൊണ്ട് അതിനായിട്ട് പ്രവർത്തിച്ച് ധീരത കാണിച്ച, അതിനായിട്ട് ചങ്കൂറ്റം കാണിച്ച വിധേയത്തിൽ അച്ഛനെ വേണമെങ്കിൽ നമുക്ക് സാമൂഹ്യോദ്ധാരകൻ എന്ന് മാത്രമല്ല അതിന്റെയൊക്കെ അധികായൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. നാടിനും നാട്ടുകാർക്കും വേണ്ടി അദ്ദേഹം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഇനിയും എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാനുണ്ടോ? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം അന്ന് കാലഘട്ടത്തില് ഈ കുഴിക്കാട്ടുശ്ശേരി പുത്തഞ്ചിറ പ്രദേശങ്ങളിലെല്ലാം സന്ധ്യാസമയങ്ങളിൽ ഇരുട്ടിൽ ആഴ്ന്നു പോകും. ആകെ കരിന്തിരിവട്ടങ്ങൾ മാത്രമുള്ള കുടിലുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് വൈദ്യുതി കണക്ഷൻ നമ്മുടെ കുമ്പിടിഞ്ഞാമാക്കൽ വരെയുള്ള പ്രദേശം വരെ എത്തി നിന്നിരുന്നുള്ളൂ. ആ സമയത്താണ് വിധേയത്തിൽ അച്ഛൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയും വൈദ്യുതി കണക്ഷൻ പുത്തഞ്ചിറയിലേക്കും കുഴിക്കാട്ടുശ്ശേരിയിലേക്കും എത്തിക്കുകയും അന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ കുഴിക്കാട്ടുശ്ശേരി മഠത്തിനോട് ചേർന്നാണ് അവിടെ വൈദ്യുതിയുടെ കണക്ഷൻ ആദ്യമായിട്ട് എത്തിക്കുന്നതും. അന്നത്തെ ജനങ്ങൾക്ക് അതൊരു വലിയ ആഘോഷമായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. തങ്ങളുടെ ദേശത്ത്, തങ്ങളുടെ പ്രദേശത്ത് രാത്രി വെളിച്ചം വരുന്നതിന് ഒരു ആഘോഷമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയും ഏറെ പറയാനുണ്ട്. നമ്മുടെ കുഴിക്കാട്ടുശ്ശേരിയിൽ ഉണ്ടായിരുന്ന തപാൽ ഓഫീസ് അതിന്റെ പ്രവർത്തനം നിർജീവമായപ്പോൾ അത് നിർത്തലാക്കണമെന്നുള്ള സർക്കാർ നയങ്ങൾ മുന്നോട്ട് വരികയും ആ സമയത്ത് ഇത് വരും തലമുറയ്ക്കൊക്കെ ഇങ്ങനൊരു സർക്കാർ സ്ഥാപനം ഇവിടെ ഉണ്ടാകുന്നത് വളരെ പ്രയോജനകരമാണെന്ന് മുൻകൂട്ടി അറിഞ്ഞ വിധേയത്തിൽ അച്ഛൻ തദ്ദേശവാസികളെ ഒരുമിച്ച് കൂട്ടി അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ്. ഇതിന് നമ്മുടെ കുഴിക്കാട്ടുശ്ശേരി മഠത്തിലെയും അതുപോലെ തന്നെ കുഴിക്കാട്ടുശ്ശേരി സ്കൂളിലെയും തദ്ദേശവാസികളുടെ എല്ലാം തപാൽ വിനിമയം ഈ ഒരു ഓഫീസിൽ നിന്ന് മാത്രമേ ഞങ്ങൾ തുടരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന് ഒരു തുടക്കം കുറിച്ച വിധേയത്തിൽ അച്ഛൻ ഇന്നും നാം ആ ഓഫീസ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ധീരതയും മിടുക്കും കാണിച്ച വിധേയത്തിൽ അച്ഛനെ നമുക്ക് സമൂഹോദ്ധാരകൻ എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നാം ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം കൊടുക്കുന്നുണ്ട്. ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ വിധേയത്തിൽ അച്ഛന് എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം കൊടുത്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മാറ്റിവെക്കുകയാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ ഷിയോണ. ഇന്നത്തെ ദി അൺടോൾഡ് സ്റ്റോറീസിൽ നാം പരിചയപ്പെട്ടത് കേരളക്കരയിലെ നല്ല ആത്മീയതയുള്ള, ധാർമ്മികതയുള്ള, സാമൂഹിക ഉദ്ധാരകനായ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു. ഇത്രമാത്രം ഇൻസ്പയറിംഗ് ആയ ഒരു ജീവിതത്തെ ഞങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയ റെവറൻഡ് സിസ്റ്റേഴ്സ്, താങ്ക് യു സോ മച്ച്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ ധാർമ്മികതയുടെ ദൗർലഭ്യം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിധേയത്തിൽ പിതാവിനെ പോലെ കാരുണ്യത്തിന്റെ മുഖമുള്ളവരായി, നന്മയുടെ മുഖമുള്ളവരായി നമുക്ക് മാറാം. ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛൻ നമ്മെ നയിക്കട്ടെ. താങ്ക് യു. ദിവ്യകാരുണ്യത്തിൻ കാവൽക്കാരാ, തിരുക്കുടുംബ സഭ തന്നായകനേ, സ്നേഹത്തിൻ പാഠങ്ങൾ ചൊല്ലി